ഹായ്, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നൊരു വീഡിയോ 10-15 ലക്ഷം ആളുകൾ കണ്ടു. ചർച്ചാ വിഷയം നമ്മൾ സ്ഥിരം യൂട്യൂബ് ചർച്ചകളും ഫേസ്ബുക്ക് ചർച്ചകളിലുമൊക്കെ ചില വിഷയങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ. സമകാലിക രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. എന്തായാലും കുറേ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് ആ ഒരു വീഡിയോ അത് ഒരു 4 ദിവസമായിട്ടുള്ളൂ കേട്ടോ. ഒരു 15 ലക്ഷം ആളുകളിലേക്ക് എത്താൻ കാരണമായത് നമ്മുടെ ഏറ്റവും പുതുക്കിയ നികുതി ഘടനയും മറ്റും കാരണങ്ങളായി എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ള കാര്യം. അതായത് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ഒരു വീട് കയറ്റണമെങ്കിൽ അതിന് വേണ്ട പെർമിറ്റ് അടക്കമുള്ള നികുതികൾ, ഫീസുകൾ എല്ലാം തന്നെ 100 ഇരട്ടിയൊക്കെ വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ LDFന്റെ പഞ്ചായത്തുകളായാലും UDFന്റെ പഞ്ചായത്തുകളായാലും ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ബന്ധപ്പെടുകയാണ്. അതാണ് വാസ്തവം. നമ്മൾ പഞ്ചായത്തുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ സത്യത്തിൽ അവർ ആകെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എന്തായാലും. കാരണം ആളുകളുമായിട്ട് നേരിട്ട്, അതായത് പഞ്ചായത്ത് മെമ്പർമാരാവട്ടെ, മുനിസിപ്പൽ കൗൺസിലർമാരാവട്ടെ, ഇവരെല്ലാം തന്നെ ആളുകളുമായി നേരിട്ട് സംവദിക്കുന്നവരാണല്ലോ. ജനങ്ങളുടെ പൾസറിയാം. ഇത്രയും ഭീമമായ തുകകൾ എങ്ങനെ അടയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ചോദ്യം നേരിട്ട് പോകുന്നത് മെമ്പർമാർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും അതേപോലെ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ഈ പറയുന്ന കൗൺസിലർമാർക്കും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ട് പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയർമാനാവട്ടെ, ഇതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരാവട്ടെ, ഇവരെല്ലാം സർക്കാരിനെ നേരിട്ട്, മന്ത്രിമാരടക്കമുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് അവരെ ആവലാതി അറിയിക്കുന്ന സ്ഥിതിവിശേഷമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കേരള സർക്കാരിൻ്റെ ഈ ഒരു അടിപൊളി ആയിട്ടുണ്ട്. എന്തായാലും ഈ തരത്തിൽ 100 ഇരട്ടിയൊക്കെ ഒറ്റയടിക്ക് ഇപ്പോൾ വെള്ളക്കരടക്കം നമ്മുടെ വാട്ടർ അതോറിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു മാനദണ്ഡവും ഇല്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ 100 ഇരട്ടിയൊക്കെ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വർദ്ധിപ്പിച്ച ഉദ്യോഗസ്ഥന്റെ മനോനില, അവരുടെ അതുപോലെ മനോരോഗികളാണോ ഇത്തരത്തിൽ ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടി വരും. ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളെ ജനാധിപത്യ സംവിധാനത്തിന്റെ അകത്തളങ്ങളിൽ, നിയമസഭകളിലും പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ കയറ്റി ഇരുത്തിയിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല, ആണോ? അല്ല, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടതകളും മനസ്സിലാക്കി അതിനുവേണ്ട നിയമനിർമ്മാണം നടത്താനും വേണ്ട പരിഷ്കരണങ്ങളും പ്രവർത്തനങ്ങളും പ്രോജക്റ്റുകളും കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങളെ അധികാര കസേരകളിലേക്ക് പിടിച്ചിരുത്തുന്നത്. അത് ദുർവിനിയോഗം ചെയ്യരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് പറയും, തീർച്ചയായിട്ടും പറയും. അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായ ആ ഒരു സമയത്ത് 2019 ഇതേപോലെ എനിക്ക് വന്നിരുന്ന പഞ്ചായത്ത് നികുതി എന്ന് പറയുന്നത് വീടിന് വേണ്ടി 600 സംതിങ് ആയിരുന്നു, 600 ചില്ലുവാനും രൂപ, 613 അങ്ങനെ എന്തോ ഒരു സംഖ്യ ആയിരുന്നത്. ആ എമൗണ്ട് ഞാൻ കൃത്യമായി അടച്ചു പോകുന്നതാണ്. 16-ലും 17-ലും 18-ലും 19-ലും ഒക്കെ അടച്ച എമൗണ്ട്. 2010 മുതൽ വീട് ഇരുന്നത് മുതൽ 2022 വരെയും നികുതി അടച്ചിട്ടുണ്ട്. 23-ലെയും നമ്മൾ പ്രവാസി ആയതുകൊണ്ട് തന്നെ 2 വർഷത്തിലൊക്കെയാണ് ഒരുമിച്ച് അടക്കുന്നത്. അപ്പോൾ 23-ൽ അടയ്ക്കാനുള്ള ബാലൻസ്, അതേപോലെ 24-ലെ ഈ സാമ്പത്തിക വർഷം മാർച്ചിൽ അവസാനിക്കുന്ന ഈ ഒരു എമൗണ്ട്, ഇതാണ് എനിക്ക് അടയ്ക്കാനുള്ളത്. അപ്പോൾ ഈ എമൗണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ 2024 മാർച്ച് മാസം 8-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ ഞാൻ ഇനി 2019 മുതൽ 2024 വരെ 5 വർഷത്തേക്കുള്ള എമൗണ്ട് ഇരട്ടിയായിട്ട് അടയ്ക്കണം. എൻ്റെ പഞ്ചായത്തിൽ, ഞാൻ പണ്ട് പഞ്ചായത്തായിരുന്നു, ആ പഞ്ചായത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പഞ്ചായത്തിലേക്ക് മാറ്റുകയും ആ മാറിയ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആവുകയൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ചിത്രം മാറുന്നത്. അപ്പോൾ ഇരട്ടി നികുതി നമ്മൾ ഇനിയും അടക്കണം. നമ്മൾ അടച്ച നികുതിക്ക് പുറമെ പരിഷ്കരിച്ച നികുതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു നികുതി സാധാരണക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. പ്രവാസികളാണ് നമ്മളൊക്കെ. ആടുജീവിതത്തിന്റെ കഥ പറഞ്ഞ പോലെയാണ്. ഈ ആടുജീവിതത്തിലെ ലക്ഷക്കണക്കിന് നജീബുമാരാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഈ ഒരു കേരളത്തെ പടച്ചുവിട്ടത്. അല്ലാതെ നമ്മുടെ രാഷ്ട്രീയക്കാരോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോ ഇവിടെ കേരളത്തെ പരശുരാമന്റെ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയെന്ന് പറയുന്ന പോലെ ഉണ്ടാക്കിയിട്ടില്ല ഒന്നും തന്നെ, അല്ലേ? തീർച്ചയായിട്ടും ഈ തരത്തിൽ ജാതി മത ഭേദമന്യേ പ്രവാസികളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കേരളത്തിന് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണഭൂതർ. അല്ലാതെ ഇപ്പോഴത്തെ കാരണഭൂതങ്ങളല്ല എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് പുനഃപരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പഞ്ചായത്ത് തലങ്ങളിൽ ഏതൊക്കെ തലങ്ങളിൽ നിങ്ങൾ നികുതി കൂട്ടിയിട്ടുണ്ടോ അത് നിങ്ങൾക്കൊരു
ഒരിരട്ടിയൊക്കെ വർദ്ധിപ്പിക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ ആക്കിക്കോളൂ. അല്ലാതെ അത് 5000 ആക്കരുത് ഒരു കാരണവശാലും. അത് നിങ്ങൾ ജനത്തിനോട് ചെയ്യുന്ന നീതികേടാണ്, വഞ്ചനയാണ്. വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടികൾ ഒരിക്കലും ജനത്തിന് ആശാസ്യമല്ല. അത് ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല. ജനം നിങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും കുപ്പത്തൊട്ടിയിലേക്ക് പുറങ്കാല് കൊണ്ട് തൊഴിച്ചെറിയുന്ന കാലം അനധിവിദൂരമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വെട്ടി വിഴുങ്ങാൻ ശ്രമിക്കരുത്. അടിയന്തരമായി ഇത്തരം കരിനിയമങ്ങൾ പുനഃപരിശോധിക്കുക. ഗുഡ് ബൈ.